യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി നിർണായക ചർച്ചകൾ തുടരുകയാണ്. ദയാദനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മോചനത്തിനായി യമനിലെ പണ്ഡിതരുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നുണ്ട്. കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ സമയം 12:30-ക്ക് ശേഷം അവിടെ തുടർ ചർച്ചകൾ ആരംഭിക്കും എന്നതാണ്. ഒരുപക്ഷെ അത് നടക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ കാന്തപുരം സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നതാണ് പ്രധാനം. ആ കുടുംബം സമ്മതിച്ചാൽ മാത്രമേ കോടതികൾക്ക് പോലും നിയമപരമായി അവിടെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെന്ന് അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തു. കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ഇന്നത്തെ ചർച്ചകളിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എത്രത്തോളം ഫലപ്രാപ്തി നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ചർച്ചകളിൽ? സമീർ, വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയാണ് ആ കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ചർച്ചകളിൽ കുടുംബത്തിലെ വലിയൊരു വിഭാഗം അതിനെ അനുകൂലിച്ച നിലപാടാണ്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ഒരുക്കമാണ് എന്നുള്ള നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 1% ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്. തങ്ങളുടെ കുടുംബാംഗമായിട്ടുള്ള തലാൽ കൊല്ലപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് തന്നെ മാപ്പ് നൽകാൻ ഒരുക്കമല്ല എന്നുള്ള നിലപാടും ആവർത്തിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദയാധനം സ്വീകരിച്ചുകൊണ്ട് അവർ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. തലാലിൻ്റെ കുടുംബാംഗവും അതുപോലെ തന്നെ ഹുദൈദ സ്റ്റേറ്റ് കോടതിയുടെ ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള വ്യക്തി ഉൾപ്പെടെ ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഈ വിഷയത്തിൽ ഒരു ഇടപെടാൻ കഴിയും. കുടുംബാംഗങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അനുനയ ശ്രമങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും വ്യക്തമാക്കുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത്. നിരന്തരം അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളെല്ലാം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായി കൊണ്ടുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ യമൻ ഭരണകൂടം അറിയിച്ചതനുസരിച്ച് നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക. അത്തരമൊരു ഘട്ടത്തിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള സമയം അത് കൂടുതൽ അധികരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. അത് നീട്ടിവെക്കുകയാണെങ്കിൽ കൂടുതൽ ചർച്ചയ്ക്ക് സമയം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അനുകൂലമായിട്ടുള്ള ഒരു വിധി, അനുകൂലമായിട്ടുള്ള ഒരു നടപടി ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ യമനിൽ നിന്നുള്ള പ്രതിനിധി സംഘം അറിയിച്ചിരിക്കുന്നത്. അതിലൊരു ശുഭവിശ്വാസത്തോടു കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയകുമാർ. സമീർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ശിക്ഷാവിധി മരവിപ്പിക്കുക അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് നീട്ടിവെച്ച് കൂടുതൽ ചർച്ചയ്ക്ക് സാവകാശം തേടുക എന്നതായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഈ പറയുന്ന ഉന്നത ചർച്ചകളിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ട അതായിരിക്കും അല്ലേ? ഒന്നുകിൽ ഇത് ഫ്രീസ് ചെയ്യുക കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സാവകാശം വാങ്ങുക തുടർ ചർച്ചകൾക്ക്. അതിനായിരിക്കും ഒരുപക്ഷെ ആദ്യ പരിഗണന ചർച്ചകളിൽ, അല്ലേ? തീർച്ചയായും അതിന് തന്നെയാണ് ഇന്നത്തെ പ്രധാനമായും അതിന് തന്നെയാണ് സമയം കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് മാറ്റുക പ്രധാനപ്പെട്ട കാര്യം. അതിന് സാവകാശം ലഭിച്ചാൽ സ്വാഭാവികമായും കുടുംബവുമായി കൂടുതൽ പേർക്ക് ഇടപെടാനും കൂടുതൽ പേർക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സാവകാശം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ കുടുംബത്തിലെ മാറി നിൽക്കുന്ന ആ ഒരു വിഭാഗത്തെ കൂടി വിശ്വാസത്തിലെടുക്കാനും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒന്നുകിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട്, അല്ലായെങ്കിൽ മതപരമായിട്ടുള്ള വിശ്വാസപ്രകാരം പ്രായശ്ചിത്തം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു വിട്ടുവീഴ്ച നൽകിക്കൊണ്ട് അവർക്ക് മാപ്പ് നൽകാനും കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വധശിക്ഷ ഒഴിവാകും. അതനുസരിച്ച് പിന്നീട് കോടതിയെ അക്കാര്യം അറിയിക്കാനും കോടതിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും അത്തരം ഒരു സാധ്യതയും തെളിയും. എന്നാൽ ഇതിന് ഈ കുടുംബത്തിലെ ഒരു വിഭാഗം മാറി നിൽക്കുന്നു. അവർ ഇതിനെ എതിർക്കുന്ന ഒരു ഘട്ടമുണ്ട്. മാത്രമല്ല അതിലൊരു വിഭാഗം ഗോത്രത്തിലെ ആളുകളും ഇതിനെ എതിർക്കുന്ന ഘട്ടമുണ്ട്. അത് ഗോത്രത്തിന് കൂടി അപമാനമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഗോത്രത്തിന് കൂടി വിഘാതമുണ്ടാക്കുന്ന ഒരു നടപടിയാണ് നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരമൊരു കൊലപാതകമാണ് ഉണ്ടായത് എന്നുള്ള അത്തരം ഒരു പരാമർശം കൂടി ആ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു, ഈ ഗോത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവരെ കൂടെ പൂർണ്ണമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്താനും ഒപ്പം തന്നെ ഈ വിഷയങ്ങളിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ടോ അല്ലാതെയോ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്ന കാര്യം അവർ പരിശോധിച്ചു വരികയാണ്. എന്തായാലും വധശിക്ഷ നീട്ടി
നീട്ടിവെക്കുകയാണെങ്കിൽ കൂടുതൽ ചർച്ച നടത്താൻ കഴിയും, സാവകാശം ലഭിക്കും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയെ അറിയിക്കാനും വധശിക്ഷയിൽ നിന്നൊരു ഇളവ് ലഭിക്കാനുമുള്ള സാധ്യത തെളിയുന്നുണ്ട്. അത്തരം സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അവിടെയുള്ള മതപണ്ഡിതരുമായി അദ്ദേഹം കാര്യങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിലെല്ലാം തന്നെ അവിടെ നിന്നുള്ള പ്രതിനിധി സംഘം അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത് നിലവിലുള്ള ചർച്ചകളെല്ലാം തന്നെ പോസിറ്റീവാണ്, അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി കാത്തിരിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വിജയകുമാർ.